ലാലേട്ടൻ, ശോഭന, അപ്പുറത്ത് മകൻ. ഞാൻ ലാലേട്ടൻ പറഞ്ഞു, ഒന്ന് അവന്റെ മുടി ഒന്ന് തലോടി കൊടുക്കുന്നു. ആ ടച്ചിന് ഭയങ്കര ഇമോഷൻ ഉണ്ട്. അപ്പുറത്ത് ലാലേട്ടന്റെ മോളായിട്ട് അമൃത നീയും ഇസയും തമ്മിൽ നേരെ നോക്കിയടാ ചിരിക്കടാ, അങ്ങനെ ഒരു കോൺവെർസേഷൻ ആയിരിക്കും നിങ്ങൾ തമ്മിൽ ഉണ്ടാവേണ്ടത്. പിന്നെ രതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ, രതീഷ് കുമാർ കണ്ടാൽ പുള്ളി ഇൻസേർട്ട് ചെയ്താണ് എപ്പോഴും. പുള്ളി ഒരു അഭിമാനിയാണ്. ലാലേട്ടൻ ഇൻസേർട്ട് എടുത്ത് പുറത്തേക്ക് ഇട്ടാ പുറത്തേക്ക് എടുത്തു കാണിക്കും. ഇതെല്ലാ കൂട്ടുകാരിലും ഇല്ലേ. മണിയമ്മളുടെ രാജൻ ചേട്ടാ വർക്ക്ഷോപ്പ് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് ഒരു ഫോൺ എടുത്തിട്ട് ചേട്ടാ ഞാൻ പിന്നെ വിളിക്കാടേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്ന പരിപാടി പിടിച്ചു. ഷൈജു ചേട്ടനോട് പറഞ്ഞു, ഷൈജു ചേട്ടാ നിങ്ങൾ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങളൊരു ഫോട്ടോയ്ക്ക് ഇത് വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു വെപ്രാളം വേണം. മീശ ഒഴുക്കണം, മറ്റേ പെണ്ണെടുക്കണം, കയറി താമസ വീട്, നിങ്ങൾ എന്താ ഗൃഹപ്രവേശം, പാല് കാശ്, പൈസ ഷാദക്ക ടിജോയ്ക്ക് കൊടുത്തു, ടിജോ അത് രതീഷിന് കൊടുത്തു, രതീഷ് അത് ലാലേട്ടന് കൊടുത്തു, ലാലേട്ടൻ അത് എബിൻ ബിനോയ്ക്ക് കൊടുക്കണം. അപ്പൊ എബിൻ ബിനോ എടുത്ത് നേരെ പോക്കറ്റിലേക്ക് ഇടും. അപ്പൊ ലാലേട്ടൻ പറയുകയാണ് നിനക്കല്ല, എബിൻ ബിനോ അത് പോക്കറ്റ് ഇടുന്നതിന്റെ ഉണ്ട് അവന്റെ ക്യാരക്ടർ. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് നമ്മൾ ശോഭന, ഞാൻ പറഞ്ഞ മുടി ബാക്കിലോട്ടായിരിക്കും, ഒന്ന് പിടിച്ച് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്ത് 6 സെക്കൻഡിൽ ഇത്രയും ആളുകൾക്ക് നമ്മൾ ലൈഫ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഈ ഇടയ്ക്ക് വെച്ചൊരു ഗിബ്ലി ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മറ്റേ അനിമേഷൻ, അതിന്റെ റിയൽ ആർട്ടിസ്റ്റ് പുള്ളിക്കാരൻ ഓരോ 6 സെക്കൻഡിനും എടുക്കുന്ന വരയ്ക്കുന്നതിനുള്ള എഫേർട്ട് പുള്ളിക്കാരനെ വേൾഡ് ഫേമസ് ആക്കി ഓസ്കാർ അവാർഡ് വിന്നർ വരെ ആക്കിയിട്ടുണ്ട്. അതുപോലത്തെ കമ്പയറബിൾ ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ 6 സെക്കൻഡ് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് ശരിക്കും അത് അപ്രീഷിയബിൾ തന്നെ.